നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അറസ്റ്റിലായതിനു പിന്നാലെ പത്മകുമാറിന്റെ വീട്ടിലേക്ക് എത്തി SIT സംഘം. അവർ റെയ്ഡ് നടത്തുകയാണ്. പത്മകുമാറിന്റെ വീട്ടിൽ 1 മണിക്കൂറോളമായി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർണായകമായ രേഖകൾ അല്ലെങ്കിൽ മറ്റു നിർണായകമായ രേഖകൾ അടക്കം വീട്ടിൽ നിന്ന് കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. SIT സംഘമാണ് പത്മകുമാറിന്റെ വീട്ടിലെത്തി ഈ റെയ്ഡ് അടക്കം നടത്തുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിലൂടെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. പിന്നാലെ അദ്ദേഹം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിർണായകമായ വിവരങ്ങൾ ഉണ്ടാകാം. അത് ഈ ഒരു വീട്ടിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നതെന്നത് അടക്കമുള്ള വിവരങ്ങൾ നേരത്തെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലൊരു റെയ്ഡ് അത് അനിവാര്യമായിരിക്കുന്നു എന്ന് അന്വേഷണ സംഘത്തിന് തോന്നിയതിനാലാകാം അത്തരത്തിലൊരു റെയ്ഡിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും റെയ്ഡ് പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ റെയ്ഡിൽ കണ്ടെത്തുക? അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ്, മറ്റ് ഫോണ് അതടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളൊക്കെ കിട്ടുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. എന്തായാലും വീട്ടിലിപ്പോൾ റെയ്ഡ് നടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പത്തനംതിട്ടയിലെ ആറന്മുളയിലെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് അന്വേഷണ സംഘം. തീർച്ചയായിട്ടും ഈ വീട് കഴിഞ്ഞ ദിവസമൊക്കെ പോലീസ് കാവലിലായിരുന്നു. കഴിഞ്ഞ ദിവസം ബാരിക്കേഡ് അടച്ച് വീട്ടിലേക്കുള്ള വഴിയൊക്കെ പോലീസ് തടയുന്ന സാഹചര്യം ഉണ്ടായി. കനത്ത സുരക്ഷയിലാണ് ഈ വീട് നിലവിലായിരിക്കുന്നത്. നിർണായകമായ തെളിവുകൾ വീട്ടിൽ നിന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമായിരിക്കുന്നത്. എന്തായാലും റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ കേസ് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത അറസ്റ്റ് ആരുടേതാണ്? ഉന്നതന്മാരുടെ അറസ്റ്റ് ആയിരിക്കുമോ അതോ മറ്റാരുടെയെങ്കിലും അറസ്റ്റ് ആയിരിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ നിലവിൽ ശക്തമായി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു ഘട്ടത്തിൽ, അത് നിർണായകമായ ഘട്ടത്തിൽ ഈ ഒരു കേസ് എത്തി നിൽക്കവെയാണ് റെയ്ഡ് എന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. ഏതായാലും പത്മകുമാറിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകാം അന്വേഷണ സംഘം റെയ്ഡുമായി വീട്ടിലേക്ക് എത്തിയത്. എന്തായാലും റെയ്ഡ് പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകൾ മാത്രമേ റെയ്ഡ് സംബന്ധിച്ചുള്ള മറ്റ് നിർണായക വിവരങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. എന്നാൽ പത്തനംതിട്ട ആറന്മുളയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ SIT സംഘം ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം ഈ ഒരു പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ പാർട്ടി ആകെ വെട്ടിലായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, നേരത്തെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ CPMന്റെ ഉന്നത നേതാവ് അല്ലെങ്കിൽ CPMന്റെ തന്നെ ഒരു നേതാവ് ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റ്. ഇതെങ്ങനെ ബാധിക്കും പാർട്ടിയെ? എങ്ങനെ ഇത് പാർട്ടിയെ അതിജീവിക്കുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പത്മകുമാറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള മറ്റു പ്രതികൾ പ്രവർത്തിച്ചതെന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴിയും പത്മകുമാറിനെതിരായിരുന്നു എന്നതാണ് കേസിൽ നിർണായകമായത്. 2019 മെയ് മാസത്തിൽ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ചാരി നിൽക്കുന്ന പത്മകുമാറിന്റെ ദൃശ്യങ്ങളിൽ സോപാന വഴിയിൽ ചാരി നിൽക്കുന്ന ദ്വാരപാലക കവചങ്ങൾ തങ്കം പൊതിഞ്ഞതായി വ്യക്തമായിരുന്നു. എന്നാൽ ഇത് ചെമ്പാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പിന്നീട് നടന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും പത്മകുമാർ അറസ്റ്റിലായതോടെ വെട്ടിലായിരിക്കുന്ന CPM ആണ്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന ചർച്ചാ വിഷയമാകുകയാണ്. അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ തള്ളിവിട്ടിരിക്കുന്ന കാര്യത്തിലും സംശയമില്ല. അതിൽ പ്രധാനപ്പെട്ട CPM നേതാവ് അറസ്റ്റിലായതും ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ പ്രധാനമായി ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാകും. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ വോട്ട് രേഖപ്പെടുത്താൻ. അതിനിടയിലാണ് നിർണായകമായ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ മുതിർന്ന CPM നേതാവാണ് അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ അത് പത്തനംതിട്ട പാർട്ടി ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേസിലെ മുഖ്യ ആസൂത്രകനായിട്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പാർട്ടി പിന്തുണയുള്ള വ്യക്തി എന്നാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് എന്നത് CPMനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. 54 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് A. പത്മകുമാർ എന്ന CPM നേതാവ്. 1983 CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്ന കാലം മുതൽ കമ്മിറ്റി അംഗമായിരുന്നു. 25-ാം വയസ്സിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയാണ് പത്മകുമാർ. തന്റെ 30-ാം വയസ്സിൽ കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് 1991 ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 916 വോട്ടിന് NDP സ്ഥാനാർത്ഥി ചന്ദ്രശേഖരൻ നായരെ പരാജയപ്പെടുത്തിയാണ് പത്മകുമാർ നിയമസഭയിലേക്ക് കന്നിയംഗം ജയിച്ചെത്തിയത്. 1996 കോൺഗ്രസിന്റെ അടൂർ പ്രകാശിനോട് കോന്നിയിൽ പരാജയപ്പെട്ടു. ഇതിനുശേഷം ആറന്മുള മണ്ഡലത്തിലേക്ക് ചുവട് മാറ്റിയെങ്കിലും മാലത്ത് സരളാദേവിയോട് പരാജയപ്പെടുകയായിരുന്നു. ചെറിയ പ്രായത്തിൽ
ചെറുപ്പത്തിൽ തന്നെ പത്തനംതിട്ടയിൽ CPM-ലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി വളർന്നുവന്ന പത്മകുമാർ VS പിണറായി ഗ്രൂപ്പ് പോരിൽ പിണറായി പക്ഷത്തിനൊപ്പം ഉറച്ചു നിന്നയാളുകൂടിയാണ്. പാർട്ടി നടപടികളുടെ ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തപ്പെട്ടെങ്കിലും പിന്നീട് നടപടിയായി തിരികെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തി. ഇതിനുശേഷമാണ് പത്മകുമാർ 2019-ൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്. തോമസ് ഐസക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗവുമായി കയ്യാങ്കളിയിലെത്തിയതിന് പാർട്ടി താക്കീത് നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പല ഘട്ടങ്ങളായി CPM-ൽ ഇടഞ്ഞും അനുസരിച്ചും വളർന്നു വന്ന ഒരു നേതാവാണ് പത്മകുമാർ. അദ്ദേഹം തന്നെ വലിയൊരു പ്രതിരോധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യം ഇടതുപക്ഷത്തെ അത് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. CPM നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി അതായത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത്തരത്തിൽ സംഭവിച്ചു എന്നത് പാർട്ടി വലിയ രീതിയിൽ നേരിടുന്ന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. നിർണായകമായ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റെയ്ഡിന്റെ ഉദ്ദേശം എന്താണ്? റെയ്ഡിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മറ്റു വിവരങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുമോ? മറ്റ് നിർണായകമായ രേഖകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ നിർണായകമായ വിവരങ്ങൾ, തെളിവുകൾ അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വീട്ടിൽ വെച്ചാണ് ഈ ഒരു സംഭവം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി അതിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യങ്ങൾ അത് ചർച്ച ചെയ്തത് അല്ലെങ്കിൽ ഗൂഢാലോചന ചെയ്തത് എന്നതടക്കമുള്ള കണ്ടെത്തലുകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. നേരത്തെ അറസ്റ്റിലായ വ്യക്തികൾ മുരാരി ബാബു, അതുപോലെ തന്നെ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുമാത്രമല്ല ഈ ഒരു വാസു അടക്കമുള്ളവരെല്ലാം 5ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെല്ലാം ആറാമനായ പത്മകുമാറിനെതിരായ മൊഴിയാണ് നൽകിയതും ഇതും പത്മകുമാറിന് വലിയ തിരിച്ചടിയായി മാറി. നിർണായക കണ്ടെത്തലുകൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു അന്വേഷണ സംഘം വീട്ടിലെത്തിയ റെയ്ഡ് നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. ഷോട്ട് അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് എടുക്കായിരുന്നു നേരത്തെ വിളിച്ചോണ്ട് നീ ഒന്ന് നോക്കിക്കോളെ. ഇന്നലെ രാത്രി 12 മണിയാകുമ്പോൾ അവസാന നിമിഷം കാര്യങ്ങളൊക്കെ വരും ചിലപ്പോൾ 3 മണിക്കാണ് കഴിയുന്നത്.